welcome you all. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇലക്ട്രോമയോഗ്രാം or EMG. So, EMG is a technique for evaluating and recording the action potential of muscles. അതായത് ആക്ഷൻ പൊട്ടൻഷ്യൽസ് ഓഫ് മസിൽ ഇവാലുവേറ്റ് ചെയ്യാനും റെക്കോർഡ് ചെയ്യുന്നതുമാണ് ഈ ഇലക്ട്രോമയോഗ്രാം EMG എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോ എൻസെഫലോഗ്രാം പഠിച്ചു അല്ലേ? So electroencephalogram is the method of evaluating and recording the action potential of nerves. Nervesന്റെ action potential റെക്കോർഡ് ചെയ്യുന്നതും ഇവാലുവേറ്റ് ചെയ്യുന്നതുമായിരുന്നു ഇലക്ട്രോഎൻസെഫലോഗ്രാം. ഇവിടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോമയോഗ്രാം. It is a technique for evaluating and recording the action potential of muscle. മസിലിന്റെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇവാലുവേറ്റ് ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നതുമാണ് ഇലക്ട്രോമയോഗ്രാം. സോ EMG is taken using an instrument called electromyograph and the record obtained is called electromyogram. അതായത് EMG is taken by using an instrument അല്ലെങ്കിൽ apparatus is called as electromyograph and the record obtained is called as electromyogram. നമുക്ക് കിട്ടിയ പ്ലോട്ടിന് നമ്മൾ പറയുന്നത് ഇലക്ട്രോമയോഗ്രാം. നമ്മൾ ഇത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന apparatus or instrument is called as electromyograph. The measured EMG potential range from 50 microvolt to 30 millivolt. It will be varying from 50 microvolt to 30 millivolt. There are two types of EMG measurement. First one is using surface electrode and second one is using needle electrodes. രണ്ട് ടൈപ്പ് നമുക്ക് EMG മെഷർ ചെയ്യാൻ പറ്റും. One using surface electrode and another one using needle electrodes. So surface electrode EMG are used to monitor the electrical activity of muscles and needle electrodes are used to observe the electrical activity of few muscle fibers. അതായത് നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതായത് സർഫേസ് EMG എന്ന് പറഞ്ഞാൽ ബോഡിയുടെ സർഫേസിൽ ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ മസിൽസിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുക. അതാണ് സർഫേസ് EMG ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞാൽ. ദെൻ വി ഹാവ് നീഡിൽ ഇലക്ട്രോഡ്സ്. അതെന്താ? നമ്മുടെ സ്കിൻ സർഫേസിനുള്ളിൽ നീഡിൽ വെച്ച് പെനട്രേറ്റ് ചെയ്തിട്ട് അതിനുള്ളിലുള്ള ടിഷ്യൂസ് മസ്കുലാർ ടിഷ്യൂസിന്റെ EMG പൊട്ടൻഷ്യൽ അളക്കുന്നതാണ് ബൈ യൂസിങ് നീഡിൽ ഇലക്ട്രോഡ്സ്. ഓക്കെ, അങ്ങനെ രണ്ട് ടൈപ്സ് ആയിട്ട് ഇത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻ നീഡിൽ EMG എ നീഡിൽ ഇലക്ട്രോഡ് ഈസ് ഇൻസേർട്ടഡ് ത്രൂ ദ സ്കിൻ ഇൻ ടു ദ മസ്കുലാർ ടിഷ്യൂ. അതായത് ഒരു നീഡിൽ ഇലക്ട്രോഡ് അവിടെ സ്കിന്നിന് ഉള്ളിലൂടെ നീഡിൽ വെച്ച് പെനട്രേറ്റ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യുന്നു ഇൻ ടു എ മസ്കുലാർ ടിഷ്യൂ. എ ട്രെയിൻഡ് എക്സ്പേർട്ട് ഓർ ഫിസിഷ്യൻ ക്യാൻ ഒബ്സർവ് ദ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് മസിൽസ്. ഒരു ട്രെയിൻഡ് ഫിസിഷ്യന് നമുക്ക് കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി സ്ക്രീനിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇഫ് എനി അബ്നോർമൽ സ്പോണ്ടേനിയസ് ആക്ടിവിറ്റി, എന്തെങ്കിലും അബ്നോർമാലിറ്റി കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ് നെർവ് ഫൈബർ ഓർ മോട്ടോർ ന്യൂറോൺ ഓർ മസിൽ ഫൈബേഴ്സ് ആർ ഡാമേജ്. അബ്നോർമാലിറ്റി എന്തെങ്കിലും സ്പോണ്ടേനിയസ് സ്പൈക്കോ കാര്യങ്ങളോ ഈ വേവ് ഫോമിൽ വരികയാണെങ്കിൽ നമുക്ക് അത് ഒരു ഇൻഡിക്കേഷൻ ആണ്. അതായത് നെർവ് ഫൈബർ ഓർ മസിൽ ഫൈബർ ആർ ഡാമേജ്ഡ്. നീഡിൽ EMG ഗിവ് ഓൺലി ലോക്കൽ പിക്ചർ ഓഫ് വോൾ മസ്കുലാർ ആക്ടിവിറ്റി. അതായത് ഒരു പ്രത്യേക ഒരു ലോക്കൽ ഏരിയയിൽ മാത്രം വെച്ച് എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു ലോക്കൽ പിക്ചർ മാത്രമേ കിട്ടുള്ളൂ. സോ നീഡിൽ ഇലക്ട്രോഡ്സ് ആർ പ്ലേസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് ലൊക്കേഷൻ ടു ഒബ്റ്റെയിൻ അക്യുറേറ്റ് EMG. അപ്പോൾ കുറേ നീഡിൽ ഇലക്ട്രോഡ്സ് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്ലേസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു കംപ്ലീറ്റ് അക്യുറേറ്റ് പിക്ചർ, അതായത് ആ മസിൽ ആക്ടിവിറ്റിയുടെ ഒരു അക്യുറേറ്റ് പിക്ചർ നമുക്ക് കിട്ടുക കുറേ നീഡിൽ ഇലക്ട്രോഡ്സ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്ലേസ് ചെയ്ത് EMG പൊട്ടൻഷ്യൽ അളക്കുന്ന സമയത്താണ്. ഇൻ സർഫേസ് ഇലക്ട്രോഡ് EMG electrodes are placed on the muscle and get the general activity of muscles. സർഫേസ് ഇലക്ട്രോഡ് EMGയിൽ നമ്മളെന്താ ബോഡി സർഫേസ് അല്ലെങ്കിൽ ബോഡി സർഫേസിലുള്ള മസിലിലാണ് നമ്മൾ ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യുന്നത് ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് എ ജനറൽ ആക്ടിവിറ്റി ഓഫ് മസിൽസ്. സർഫേസ് ഇലക്ട്രോഡ് EMG is more comfort when compared to patient than needle electrodes. കാരണം എന്താ? നീഡിൽ ഇലക്ട്രോഡ്സ് നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിൻ്റെ ഉള്ളിൽ പെനട്രേറ്റ് ചെയ്യണം. ബട്ട് സർഫേസ് ഇലക്ട്രോഡ് എന്താ? ബോഡി സർഫേസിൽ വെച്ചാണ് മെഷർ ചെയ്യുന്നത്. സോ സർഫേസ് ഇലക്ട്രോഡ് EMG is more comfort when compared
when compared to patients than needle electrodes. Surface electrode EMG are commonly used in physiotherapy clinic. Physiotherapy clinic commonly used one is surface electrode EMG. The electrical potential of muscle cell is known as motor unit action potential. Muscle cell inde electrical potential ne parayna perana motor unit action potential. അതായത് ഒരു സിംഗിൾ മസിൽ സെല്ലിന്റെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിനെ നമ്മൾ പറയുന്ന പേരാണ് മോട്ടോർ യൂണിറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ. EMG സിഗ്നൽസ് ആർ മേഡ് അപ്പ് ഓഫ് സൂപ്പർ ഇമ്പോസ്ഡ് MUAP. അതായത് കുറെ മസിൽ സെല്ലിന്റെ MUAP ചേർന്നതാണ് ഈ EMG സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പുറമേ എന്താ ഒരു ഗ്രാഫിക്കൽ ഒരു EMG സിഗ്നലിന്റെ പ്ലോട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ EMG സിഗ്നൽ ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ഒരു മസിൽ സെല്ലിന്റെ MUAP അതായത് മോട്ടോർ യൂണിറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടുന്നതാണ്. Then hence the shape of EMG is affected by many factors such as number of muscle fibers under consideration, the metabolic type of muscle fibers, etc. അതായത് നമ്മുടെ EMGയുടെ വേവ് ഫോം, EMG നമുക്ക് പുറമേ കിട്ടുന്ന EMG വേവ് ഫോമിൽ ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഉണ്ടാവില്ല. കാരണം it is depending on various factors such as number of muscle fibers under consideration, the metabolic type of muscle fibers, etc. അതേ അവസരത്തിൽ നമുക്ക് ECGയിലൊക്കെ ഒരു സ്പെസിഫിക് പാറ്റേൺ ഉണ്ടായിരുന്നു. പക്ഷേ EMGന്റെ കേസിൽ അങ്ങനെ ഒരു സ്പെസിഫിക് പാറ്റേൺ ഒന്നും ഉണ്ടാവില്ല. ഡിപ്പെൻഡിങ് ഓൺ മസിൽ ഫൈബേഴ്സ് ടേക്കൺ അല്ലെങ്കിൽ മെറ്റബോളിക് ടൈപ്പ് ഓഫ് മസിൽ ഫൈബേഴ്സ്, ദാറ്റ് പാറ്റേൺ വിൽ ബി വേരിങ്. സോ നൗ കമ്മിങ് ടു ഇലക്ട്രോമയോഗ്രാഫി. ഇലക്ട്രോമയോഗ്രാഫ് എന്തായിരുന്നു? നമ്മുടെ EMG റെക്കോർഡിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അപ്പാരച്ചസിന്റെ പേരാണ് ഇലക്ട്രോമയോഗ്രാഫ്. സോ ദിസ് ഈസ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഇലക്ട്രോമയോഗ്രാഫ്. ഇവിടെ നിങ്ങൾക്ക് കാണാം പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് EMG ഇലക്ട്രോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫ്രം ദർ ഇറ്റ് ഹാസ് ഗിവൺ ടു എ ബയോ ഇലക്ട്രിക് ആംപ്ലിഫയർ. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഒരു ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയറും ഒരു സ്റ്റോറേജിന് വേണ്ടി ഒരു ഓസിലോസ്കോപ്പും കാണാം. ദെൻ ഫ്രം ഹിയർ EMG is recorded. Here EMG is recorded. Okay, so this is the simple block diagram of a electromyograph. So ഇതിന്റെ ഓരോ കോമ്പണൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ is EMG electrodes. The electrode used for EMG recording can be surface or needle electrodes. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു രണ്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്സ് ആണ് ഇവിടെ ഉള്ളത്. One is surface electrode and another one is needle electrode. So depending on the area from which EMG is to be obtained, we can use either surface or needle electrodes. ഏത് ഏരിയ, ഇപ്പം സ്കിൻ സർഫേസിലാണ് നമുക്ക് മസിൽ ആക്ടിവിറ്റി അളക്കേണ്ടതെങ്കിൽ we will be using this surface electrodes. If we want to measure bioelectric potential of muscles inside our body, we will be using needle electrodes. Then second one is bioelectric amplifier. It is used to amplify the weak EMG signal. അതായത് നമുക്ക് കിട്ടുന്ന ഇനീഷ്യലി കിട്ടുന്ന ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അതൊരു വീക്ക് സിഗ്നൽ ആയിരിക്കും. അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബയോ ഇലക്ട്രിക് ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് മേ റേഞ്ച് ഫ്രം ഫ്യൂ മൈക്രോ ടു മില്ലി വോൾട്ട്. ദെൻ ദ ബയോ ഇലക്ട്രിക് ആംപ്ലിഫയർ ഷുഡ് ഹാവ് ഹൈ ഗെയിൻ, ഹൈ CMRR, എക്സെട്ര. കാരണം ഇൻപുട്ടിൽ നമുക്ക് കിട്ടുന്ന സിഗ്നൽ, അതായത് ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, നമ്മൾ അളന്നെടുക്കുന്ന ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താ, ഒരു വെരി വീക്ക് സിഗ്നലാണ്. സോ അതിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്യണം. സോ വി ഷുഡ് ഹാവ് ഹൈ ഗെയിൻ ആൻഡ് ഹൈ CMRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു ഇന്റർഫറൻസ്, അതായത് നോയ്സ് ഇന്റർഫറൻസ് ഒന്നും പാടില്ല. നോയ്സ് ഇന്റർഫറൻസ് പാടില്ലെങ്കിൽ ആ ഒരു ആംപ്ലിഫയറിന് ഇറ്റ് ഷുഡ് ബി ഹാവിങ് ഹൈ CMRR, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. ദെൻ കമ്മിങ് ടു ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ. നോർമൽ മസിൽ സെൽ വിൽ പ്രൊഡ്യൂസ് ആൻ ഇലക്ട്രിക് സൗണ്ട് while a needle electrodes is insert to the muscle. അതായത് ഒരു needle electrodes മസിലിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള മസിൽ സെൽസ് വിൽ ബി പ്രൊഡ്യൂസിങ് ആൻ ഇലക്ട്രിക് സൗണ്ട്. ഓക്കെ, ഒരു പ്രീ ഡിഫൈൻഡ് ഇലക്ട്രിക് സൗണ്ട് നമ്മുടെ കയ്യിലുണ്ടാവും. ബട്ട് ദ ഡാമേജ്ഡ് മസിൽസ് വിൽ പ്രൊഡ്യൂസ് എ ഡിഫറെൻറ്റ് സൗണ്ട്. ഇപ്പോൾ ആ മസിൽസ് ഫൈബേഴ്സ് അല്ലെ മസിൽ സെൽസ് ഡാമേജ്ഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് എ ഡിഫറെൻറ്റ് സൗണ്ട്. സോ AF ആംപ്ലിഫയർ ഈസ് യൂസ് ടു ഡിസ്റ്റിംഗ്വിഷ് ദീസ് സൗണ്ട് ക്ലിയർലി. അതായത് ഈ AF ആംപ്ലിഫയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കെന്താ ഈ ഒരു സൗണ്ട് ഡിഫറൻസ് ക്ലിയർ ആയിട്ട് ഡിസ്റ്റിംഗ്വിഷ് ചെയ്തെടുക്കാൻ പറ്റും. സോ അങ്ങനെ
നമുക്ക് ഒരു മസിൽ ഫൈബേഴ്സിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഓസിലോസ്കോപ്പ്. The measured EMG can be connected to oscilloscope to visualize the EMG. അതായത് നമ്മൾ മെഷർ ചെയ്ത EMGനെ നമുക്ക് ഓസിലോസ്കോപ്പിലേക്ക് കണക്ട് ചെയ്ത് അതിന് വിഷ്വലി പല പ്ലോട്ടായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. EMG can be also stored by using special oscilloscope such as DSO. DSO ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടിയ വേവ് ഫോം നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും. Then EMG recorder. Normally we use photographic recording for EMG in a light sensitive paper. ഒരു ലൈറ്റ് സെൻസിറ്റീവ് പേപ്പറിൽ ഫോട്ടോഗ്രാഫിക് റെക്കോർഡിംഗ് ആണ് നോർമലി നമ്മൾ നടത്താറുള്ളത്. Then frequency limitation of this EMG. Due to low frequency limitation, EMG cannot be recorded on a strip chart recorder because it cannot give a clear idea of the waveform. അതായത് EMGക്ക് ലോ ഫ്രീക്വൻസി ലിമിറ്റേഷൻ ഉണ്ട്. ആ ലോ ഫ്രീക്വൻസി ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ EMG cannot be recorded on a strip chart recorder because it cannot give a clear idea of the waveform. അതായത് നോർമലി ECG waveform ഒക്കെ നമ്മൾ സ്ട്രിപ്പ് ചാർട്ട് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടെ എന്താ ലോ ഫ്രീക്വൻസി ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് സ്ട്രിപ്പ് ചാർട്ട് റെക്കോർഡർ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ഗിവ് എ ക്ലിയർ വേവ്ഫോം. ഓക്കെ, then application of EMG. EMG can be used to diagnose main two categories of disease, neuropathies and myopathies. Neuropathies disease ഒക്കെ distinguish ചെയ്യാം അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് EMG waveform ഉപയോഗിക്കാം. In EMG representation, an increase in duration of action potential is an indication of neuropathic disease and decrease in duration of action potential is an indication of myopathic disease. അതായത് നമുക്കൊരു മസിൽ ഫൈബറിൽ അവിടെയുള്ള ആക്ഷൻ പൊട്ടൻഷ്യൽ നോർമലി അവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഡ്യൂറേഷൻ ഉണ്ടാവും. ആ ഡ്യൂറേഷനേക്കാളും കൂടുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ന്യൂറോപ്പത്തിക് ഡിസീസ്. ഇഫ് ദർ ഇസ് എ ഡിക്രീസ് ഇൻ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് മയോപ്പത്തിക് ഡിസീസ്. Then EMG is used as a diagnostic tool for identifying neuromuscular disease. Neuromuscular disease ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ടൂൾ ആയിട്ട് EMG യൂസ് ചെയ്യുന്നു. ആൻഡ് EMG can also used for unvoiced speech recognition, which recognizes the speech by observing the EMG activity of muscles associated with speech. അതായത് നമുക്ക് EMG ഉപയോഗിച്ചിട്ട് അൺവോയിസ്ഡ് സ്പീച്ച് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു സംസാരിക്കാൻ പറ്റാത്ത ഒരാളൊക്കെ ആണെങ്കിൽ നമുക്കെന്താ അവിടെ എന്താ ഈ സൗണ്ട് ട്രാക്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ, അവിടെയുള്ള മസിൽ ഫൈബേഴ്സിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കിയിട്ട് അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. സോ ദിസ് EMG can be used for unvoiced speech recognition, which recognize the speech by observing the EMG activity of the muscles associated with the speech. So these are the major applications of EMG. So this is all about EMG. Okay, thank you.